ഹലോ, അപ്പോൾ നമുക്കിന്ന് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ 10th ലെവൽ എക്സാമുകൾക്കും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കോർ ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മേഖലയിൽ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് എങ്ങനെയാണ് മുൻപ് പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കിപ്പോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ദുരന്തങ്ങളെ കാറ്റഗറൈസ് ചെയ്യും. നമ്മൾ ദുരന്ത നിവാരണ നയം പോളിസി പ്രകാരം നമ്മൾ ദുരന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദുരന്തങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി 2 ഉൾപ്പെടുന്ന ജിയോഗ്രഫിക്കലി ആയിട്ടുള്ള ദുരന്തങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 4 ഓപ്ഷനിൽ ഏതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം വന്നത്. അതേ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ് എന്ന്. അത് വന്ന ഈ 2 ചോദ്യങ്ങളും വന്നത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയ്ക്കാണ്. അടുത്ത ഈ മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏത്? സ്ഥിരം നമ്മുടെ പരീക്ഷകൾക്ക് PSC പരീക്ഷകൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന 2007 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർമാൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. ചെയർപേഴ്സൺ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ CBCID എന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ചു. കാറ്റഗറി 1 ഉൾപ്പെടുന്ന ദുരന്തം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ള ആ ചോദ്യം വന്നത്. ഓക്കെ, അടുത്ത ഈ മേഖലയിൽ നിന്ന് ചോദിച്ചൊരു പ്രീവിയസ് ചോദ്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ചീഫ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ. ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് KSDMA എന്ന് പറയുന്ന ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഈ മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ദുരന്തം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. കാര്യം ഇവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നു എന്താണ് ദുരന്തം, എന്താണ് ഡിസാസ്റ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ദുരന്തം എന്നാൽ എന്ത്? നമ്മൾ ഒരുപാട് വാർത്തകളിലും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ദുരന്തം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്, ചിലരുടെ മനസ്സിലേക്ക് വരുന്നത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നായിരിക്കും. ചിലരുടെ മനസ്സിലുണ്ടാകുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നൊക്കെ ആയിരിക്കും അല്ലെ. അപ്പോ അതൊക്കെ എങ്ങ് മാറ്റി വയ്ക്കുക. ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. പ്രകൃതിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്, പ്രതീക്ഷിതമായ അപകടങ്ങളുണ്ട്, അപ്രതീക്ഷിതമായ അപകടങ്ങളുണ്ട്. ഇവയെല്ലാം ദുരന്തങ്ങളാക്കി മാറുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കൂടുമ്പോഴാണ് അതൊരു ദുരന്തമായിട്ട് മാറുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ ആഘാതം കൂടിയ അപകടങ്ങളെ അല്ലെങ്കിൽ വ്യാപ്തി കൂടിയ അപകടങ്ങളെയാണ് നമ്മൾ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അവ ആഘാതം കൂടിയ അപകടങ്ങൾ, ആ വാക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതായത് മരണസംഖ്യ അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഒക്കെ കൂടിയ അപകടങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും, ദുരന്തം എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസാസ്റ്ററിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ അല്ലെ. അപ്പൊ വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. എന്തായിരിക്കും, ആഘാതം കൂടിയ അപകടങ്ങളെ ആയിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലെ. അതായത് ദുരന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അല്ലെങ്കിൽ സമൂഹത്തില് ഒരുപാട് മരണത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമായ അപകടങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ദുരന്തങ്ങൾ എന്നെന്ത് ചെയ്യാം, പറയാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 2 വാക്കുകളാണ്, ശ്രദ്ധിക്കുക. ഒന്ന് ഹസാർഡ്, അടുത്തത് ഡിസാസ്റ്റർ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ആഘാതം കൂടിയ അപകടങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ദുരന്തം. അപ്പോ ദുരന്തവും അപകടങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പൊ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം എന്നും ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നുമാണ് എന്ത് അർത്ഥം.
അപ്പൊ എന്താണ് അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കാർ അപകടം സംഭവിക്കുന്നു, വാഹനം അപകടം എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നു, ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി ആ ഒരു അപകടം എങ്ങനെയാണ് ദുരന്തമായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആഘാതം കൂടുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ദുരന്തമായിട്ട് മാറുന്നത്. അവിടുത്തെ മരണസംഖ്യയും അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടവും ഒക്കെ വർദ്ധിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ദുരന്തമായിട്ട് എന്ത് ചെയ്യും, മാറും. ഉദാഹരണത്തിന് നമ്മുടെ +2 ലെവൽ NCERT ചാപ്റ്ററിൽ കൃത്യമായിട്ട് എന്താണ് അപകടമെന്നും എന്താണ് ദുരന്തമെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മൾ ഒരു അപകടം, ഒരു ഹസാർഡ് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം. ഒരു ഭൂചലനം, എർത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഡെസർട്ടില് സംഭവിക്കുന്നു. ഓക്കെ, അവിടെ എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ? ഒരു ഭൂചലനം, ഒരു മരുഭൂമിയിൽ ഒരു ഭൂചലനം സംഭവിക്കുകയാണെങ്കിൽ അവിടെ മരണസംഖ്യയോ നാശനഷ്ടമോ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. എങ്കിൽ അതിന് ഒരു അപകടം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി ഇതേ അപകടം, ഒരു ഭൂചലനം നമ്മുടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഒരുപാട് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഏരിയയിൽ നടക്കുകയാണ് എങ്കിൽ അത് ജനങ്ങളെ ബാധിക്കുകയും ഒരുപാട് ആൾക്കാരുടെ മരണത്തിനും ഒരുപാട് പേരുടെ ജീവനും സ്വത്തിനും അവിടെ അപകടം സംഭവിക്കുകയും സമൂഹത്തിൽ വലിയൊരു ഇമ്പാക്ട്, ആഘാതം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ അത് എന്തായിട്ട് മാറും, ഡിസാസ്റ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി. ആഘാതം കൂടിയ അപകടങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ദുരന്തം. ഓക്കെ അല്ലെ? ഒരു അപകടത്തിന് ആഘാതം കുറവാണെങ്കിൽ അത് അപകടമായിരിക്കും, അപകടം എന്ന് മാത്രം പറയും. അവിടെ മരണസംഖ്യയും നാശനഷ്ടവും ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും, ഡിസാസ്റ്റർ എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? അപ്പം ഈ പറഞ്ഞ കാര്യം ഓക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇനി ഡിസാസ്റ്റർ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ 2004 നടക്കുന്ന സുനാമിയെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് നാശനഷ്ടവും അല്ലെങ്കിൽ ജീവനഷ്ടവും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു അപകടമാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകുന്നത്. നമ്മളെ ദുരന്തങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റുകൾ കൃത്യമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക, കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 2-3 പ്രാവശ്യം പ്രീവിയസ് ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദുരന്തങ്ങളുടെ കാറ്റഗറി ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയുന്നതിൽ മാറിക്കിടക്കും. നമുക്ക് പഠിക്കേണ്ടത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം കൈകാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കില്ല കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. വേൾഡ്, അതായത് ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ പഠിക്കുന്നത് കേരളത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ കാറ്റഗറികളാണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിന്റെ കാറ്റഗറീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അതായത് കേരള ഗവൺമെന്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി, ദുരന്ത നിവാരണ നയം എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അത് 2010 അപ്പൊ 2010 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി പ്രകാരം 2010 കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി പ്രകാരം ദുരന്തങ്ങളെ നമ്മൾ 5 കാറ്റഗറികളായിട്ട് എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് വെതർ. ഓക്കെ അല്ലെ? അതായത് കാലാവസ്ഥയും അതുപോലെ ജലവുമായി ബന്ധപ്പെട്ടും വരുന്ന അപകടങ്ങളാണ്. അപ്പോൾ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങളാണ് ഇവിടെ കാറ്റഗറി 1 എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാറ്റഗറി 2 വരുന്നത് ഏത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. കാറ്റഗറി 2 വരുന്നത് എർത്ത് സ്ട്രക്ചർ, അതായത് ഭൂമിയുടെ ഘടന. എല്ലാ പ്രദേശങ്ങൾക്കും ഭൂമിയുടേതായ എന്തുണ്ടാവും, ഘടനകൾ ഉണ്ടാവും. ആ ഘടന അനുസരിച്ചുണ്ടാകുന്ന അപകടങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറിയിലായിട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കാറ്റഗറി, ഒന്നാമത്തെ കാറ്റഗറി ഏത്, രണ്ടാമത്തെ കാറ്റഗറി ഏത് എന്നല്ല ചോദിക്കുന്നത്. ഈ കാറ്റഗറികൾക്ക് ഉദാഹരണമായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 കാറ്റഗറികളും അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി 1, ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതായത് ജലവുമായി ബന്ധപ്പെട്ടോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവുന്നതോ ആയ അപകടങ്ങളെയാണ് നമ്മൾ കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണം
വെള്ളപ്പൊക്കം, ഫ്ലഡ് വരും. അതുപോലെ വെള്ളപ്പൊക്കം, അതുപോലെ കടലാക്രമണം, മിന്നൽ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി 1. അപ്പൊ ശ്രദ്ധിക്കുക, കാറ്റഗറി 1 ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്: വെള്ളപ്പൊക്കം, പേമാരി, അതുപോലെ തന്നെ കടലാക്രമണം, അതുപോലെ മിന്നലാക്രമണം, ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ്, ഇതൊക്കെ കാറ്റഗറി 1 വരുന്ന അപകടങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ ദുരന്തങ്ങളും, കാറ്റഗറി 1 വരുന്ന എല്ലാ ദുരന്തങ്ങളും നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ലോജിക്കില് ചിന്തിച്ചെടുക്കുക. ഒരു ദുരന്തത്തിന് കാരണം, റീസൺ എന്താണെന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതിനനുസരിച്ച് നിങ്ങൾ കാറ്റഗറി കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമോ ജലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങളാണ് കാറ്റഗറി 1 വരുന്നത്. ഇനി കാറ്റഗറി 2 വരുന്നതാണ് ഭൂമിയുടെ സ്ട്രക്ചർ. അതായത് ഭൂമിക്ക് പല സ്ഥലങ്ങളിലും ഭൂമിയുടേതായ എന്തുണ്ടാവും, ഘടനകൾ ഉണ്ടാവും. ആ ഘടന അനുസരിച്ചുണ്ടാവുന്ന അപകടങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഉദാഹരണം ഉരുൾപൊട്ടൽ, അല്ലെ? അതായത് ഉരുൾപൊട്ടൽ നടക്കുന്ന പ്രദേശങ്ങൾക്ക് വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടായിരിക്കും. എല്ലാ പ്രദേശങ്ങളിലും എന്തില്ല, ഉരുൾപൊട്ടൽ ഉണ്ടാവാറില്ല. അതുപോലെ മണ്ണിടിച്ചിൽ, ഭൂകമ്പം, സുനാമി എന്നിവയൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? കാറ്റഗറി 2. അപ്പൊ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് സുനാമി ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്ന്. അതായത് കാറ്റഗറിയാണ് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി, കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓർക്കാം, മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: രാസ വ്യവസായപരമായ ദുരന്തങ്ങൾ. ഏതെങ്കിലും ഒരു രാസവസ്തുക്കളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ യൂണിറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെയാണ് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്, രാസ വ്യവസായപരമായ ദുരന്തങ്ങൾ. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം കേരളത്തിൽ നടന്ന എൻഡോസൾഫാൻ ദുരന്തം ഇതിന് ഉദാഹരണമാണ്. ഇനി കേരളത്തിൽ എന്തെങ്കിലും ഒരു ആണവ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ കാറ്റഗറി 3 ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വ്യവസായശാലകളിൽ എന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കളുടെ ഫലമായിട്ടുണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ എത്രാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? കാറ്റഗറി 3 ഉൾപ്പെടുത്തും. ഓക്കെ അല്ലെ? അപ്പൊ ഭോപ്പാൽ ട്രാജഡി, ചെർണോബിൽ ഡിസാസ്റ്റർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ആയിരിക്കും? കാറ്റഗറി 3 ആണ്. ഓക്കെ, അടുത്ത കാറ്റഗറി 4 വരുന്നതാണ് ബയോളജിക്കലി വരുന്ന ഡിസാസ്റ്റേഴ്സ്. ഓക്കെ അല്ലെ? അതായത് മലയാളത്തിൽ നമ്മൾ ജീവശാസ്ത്രപരമായ അപകടങ്ങൾ എന്ന്, അല്ലെങ്കിൽ ബയോളജിക്കലുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് എന്ത് ചെയ്യും പറയും? ജൈവശാസ്ത്രപരമായ അപകടങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന 4ാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത് ബയോളജിക്കലി വരുന്നതാണ്. അതായത് ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് ജൈവാവസ്ഥ? ഓക്കെ, അതായത് നമ്മുടെ സമൂഹത്തിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാവും. ഈ അപകടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരുന്നതാണ് പകർച്ചവ്യാധികൾ, ഇല്ലേ? കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ ഏത് കാറ്റഗറിയിലാണ്? കാറ്റഗറി 4 വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഓർക്കുക, ഭക്ഷ്യവിഷബാധ വരുന്നതും കാറ്റഗറി 4 അടുത്ത് ഓർക്കുക, കാറ്റഗറി 5 ചെറുതും വലുതുമായ അപകടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാവുന്ന അപകടങ്ങൾ. അപ്പൊ ചെറുതും വലുതുമായ അപകടങ്ങളോ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാവുന്ന അപകടങ്ങളോ ആണ് ഏത് കാറ്റഗറിയിൽ വരുന്ന? കാറ്റഗറി 5. ഓക്കെ, അപ്പൊ നമ്മൾ ദുരന്തങ്ങളെ 5 കാറ്റഗറികളായിട്ട് തിരിച്ചു. അവസാനത്തത് ചെറുതും വലുതുമായ അപകടങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. നമ്മുടെ വാഹന അപകടങ്ങൾ, ട്രെയിൻ അപകടങ്ങൾ, വിമാന അപകടങ്ങൾ, അതുപോലെ കെട്ടിടങ്ങൾ തകർന്നുണ്ടാവുന്ന അപകടങ്ങൾ, തീപിടുത്തം, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അപകടങ്ങൾ, ഇതെല്ലാം വരുന്നത് കാറ്റഗറി 5 ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ദുരന്തങ്ങൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് ഒരു ചോദ്യം, ഒന്നല്ല ഒന്നിലധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർക്കുക, ദുരന്തങ്ങളും ദുരന്തങ്ങളുടെ കാറ്റഗറികളും. ദുരന്തങ്ങളെ 5ആയി തരംതിരിക്കുന്നു: കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4, കാറ്റഗറി 5. ഓക്കെ അല്ലെ? അപ്പൊ ഈ കാറ്റഗറികളെല്ലാം കൃത്യമായിട്ട് മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ദുരന്തങ്ങളുടെ കാറ്റഗറീസ് പഠിച്ചു. അപ്പോ ഇവിടെ കറണ്ട് അഫെയർ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരും. അതായത് 2025 നടന്ന പ്രധാനപ്പെട്ട അപകടങ്ങളെ പറ്റിയിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ കാറ്റഗറി പഠിച്ചിട്ട് പോകും. അപ്പൊ അപകടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഡിസാസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും: 2025 നടന്ന പ്രധാനപ്പെട്ട അപകടങ്ങൾ
അപകടങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട അപകടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിൽ ഒന്നാമത് വരുന്നതാണ് അഹമ്മദാബാദ് വിമാന അപകടം എന്ന് പറയുന്ന വിമാന അപകടം. അപ്പൊ 2025 പ്രധാനപ്പെട്ട അപകടങ്ങളിൽ വരുന്ന ഒന്നാമത്തെ സംഭവം അല്ലെങ്കിൽ ഒന്നാമത്തെ വസ്തുതയാണ് അഹമ്മദാബാദ് വിമാന അപകടം. ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായ ഒരു ഡിസാസ്റ്റർ ആണ്. ഇതിനു മുമ്പും പല വിമാന അപകടങ്ങളും നടന്നിട്ടുണ്ട്. ഒരു മലേഷ്യൻ വിമാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അപകടത്തിൽ കാണാതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കരിപ്പൂർ വിമാന അപകടം, ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് പോവാണ് അഹമ്മദാബാദ് വിമാന അപകടം. അപ്പൊ ഇവിടെ ആദ്യം ചോദിക്കുന്ന അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ഡേറ്റ് ആയിരിക്കും. അഹമ്മദാബാദ് വിമാന അപകടം നടക്കുന്നത് 2025 ജൂൺ 12 ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. ഇവിടെ ആ വിമാനത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ആ വിമാനാപകടത്തിന്റെ പേര് ഫ്ലൈറ്റിന്റെ പേര് എയർ ഇന്ത്യ 171 എന്നാണ് ആ വിമാനത്തിന്റെ പേര്. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വിമാനത്തിന്റെ പേര്, എയർക്രാഫ്റ്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ 171 എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ബോയിങ് 7878 ഡ്രീം ലൈനർ എന്നായിരിക്കും. അത് ആ വിമാനത്തിന്റെ മോഡലാണ്, വിമാനത്തിന്റെ മോഡൽ. ഓക്കെ അല്ലെ? അപ്പൊ ഓപ്ഷൻ ശ്രദ്ധിച്ച് എഴുതുക. അപ്പൊ വിമാനത്തിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയേണ്ടത് എയർ ഇന്ത്യ 171 എന്നാണ്. ഇനി ആ വിമാനം നിർമ്മിച്ചത് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിന്റെ മോഡൽ എന്ന് പറയുന്നത് 7878 ഡ്രീം ലൈനർ എന്നതുമാണ്. ഓക്കെ, ഇനി വിമാന അപകടം എന്ന് നടക്കുന്നത് അല്ലെങ്കിൽ ആ വിമാനം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് UK പോയൊരു വിമാനമായിരുന്നു. ഇനി ആ വിമാനം അടുത്തുള്ള ഒരു ഒരു ഹോസ്റ്റലിന് മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റ് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എഴുതി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. അഹമ്മദാബാദ് വിമാന അപകടത്തിലെ ഔദ്യോഗിക മരണസംഖ്യ, അതായത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ആ വിമാനത്തിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിമാനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, അപ്പൊ ആ വിമാനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലെ? അപ്പൊ 242 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ നിന്ന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഒരു വ്യക്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ആ വ്യക്തിയുടെ പേര് വിശ്വാസ് കുമാർ എന്നാണ്. വിശ്വാസ് കുമാർ നിലവിൽ ഒരു ബ്രിട്ടന്റെ പൗരനാണ്. ഓക്കെ അല്ലെ? അപ്പൊ വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേർ എന്ത് ചെയ്തു, മരണപ്പെട്ടു. പിന്നെ 34 പ്രദേശവാസികൾ, അതായത് ഒരു ഹോസ്റ്റലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ വിമാനം പതിക്കുന്നത്. ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 34 പേര് മരിച്ചു. അങ്ങനെ ആകെ മൊത്തം മരണസംഖ്യ 275 ആണ്. അപ്പൊ അഹമ്മദാബാദ് വിമാനാപകടത്തിലെ ആകെ ഔദ്യോഗിക മരണസംഖ്യ ചോദിച്ചാൽ 275 എന്ന് ഓർക്കുക. ഇനി അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ വിമാന അപകടത്തിൽ മരണപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി കൂടിയുണ്ട്. ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി കൂടി ഈ അപകടത്തിൽ മരണപ്പെട്ടു. ആ വ്യക്തിയാണ് വിജയ് രൂപാണി. ഓർത്തു വെച്ചിരിക്കുക. ഇനി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ഒരു മലയാളി വനിതയുണ്ട്. ആ മലയാളി വനിതയുടെ പേര് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക, രഞ്ജിത R നായർ ആണ്. അപ്പൊ ഇനി ഇവിടത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് വരികയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അഹമ്മദാബാദ് വിമാന അപകടം, ഈ അപകടം എങ്ങനെയാണ് നടന്നത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് അല്ലെ? ഈ അപകടവുമായി ബന്ധപ്പെട്ട് പല അഭിമുഖങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേര് കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക, ഗോവിന്ദ മോഹൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ഡേറ്റ് പറഞ്ഞു, എയർക്രാഫ്റ്റ് പറഞ്ഞു, എയർക്രാഫ്റ്റിന്റെ മോഡൽ ഏതാന്ന് പറഞ്ഞു, എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയതാന്ന് പറഞ്ഞു, അപകടത്തിലെ മരണസംഖ്യ പറഞ്ഞു 275. ഇനി അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയെ നമ്മൾ പറഞ്ഞു വിശ്വാസ് കുമാർ, പുള്ളിക്ക് ബ്രിട്ടന്റെ പൗരത്വമാണുള്ളതെന്ന് പറഞ്ഞു. ഇനി അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആര് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ആരാണ്? വിജയ് രൂപാണിയാണ്. ഓക്കെ, അപകടത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നിയമിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനെ കൂടി നമ്മൾ പഠിച്ചു. ആരാണ് അത്? ഗോവിന്ദ
മോഹൻ ആണ്. അതായത് ഗോവിന്ദ മേനോൻ അല്ല, ഗോവിന്ദ മോഹൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന അപകടം എന്ന് പറയുമ്പോൾ കേരള തീരത്ത് 2 കപ്പൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കപ്പൽ അപകടങ്ങൾ തൊട്ടു മുമ്പ് നടക്കുന്ന പരീക്ഷകളിൽ ചോദ്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന MSc ELSA 3. അപ്പൊ MSc ELSA 3 ഉണ്ട്. അതുപോലെ തന്നെ വാൻഹായ് 503 എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലും ഉണ്ട്. അപ്പൊ 2 അപകടങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് MSc ELSA 3 ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശ്രദ്ധിച്ചു കേട്ടോ. MSc ELSA 3 എന്ന് പറയുന്നത് ഒരു ലൈബീരിയൻ ഫ്ലാഗ്ഡ് കപ്പലാണ്. അതായത് ലൈബീരിയ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ കപ്പലാണ് MSc ELSA 3. അപ്പൊ പല വാർത്തകളിലും കറണ്ട് അഫെയറിലൊക്കെ ഈ MSc എന്ന് പറയുന്ന പേര് ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പേര് ഓർത്തു വെച്ചേക്കുക, MSc ELSA 3. അപ്പൊ ലൈബീരിയൻ കപ്പലാണ്. 2025 മാർച്ച് 24 കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലാണ് MSc ELSA 3. എങ്ങനെയാണ് അവിടെ അപകടം എന്ന് ചോദിച്ചാൽ, അതായത് മുങ്ങിയ കപ്പൽ, കേരള തീരത്ത് മുങ്ങി അപകടം ഉണ്ടായ കപ്പലാണ് ഏത്, MSc ELSA 3. ഓക്കെ അല്ലെ? ഇവിടെ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക, കേരള തീരത്ത് നിന്നും, അതായത് കൊച്ചി തീരത്ത് നിന്നും ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം MSc ELSA 3 എന്ന് പറയണം. ഓക്കെ അല്ലെ? അടുത്ത അപകടമാണ് തീപിടുത്തം ഉണ്ടായ കപ്പൽ. തീപിടുത്തം ഉണ്ടായത് നമ്മുടെ വാൻഹായ് 503 എന്ന് പറയുന്ന സിംഗപ്പൂർ ഫ്ലാഗ്ഡ് കപ്പലിനാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു അപകടം ഉണ്ടായത്. അപ്പോ 2025 ജൂൺ 9 ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് കേരള തീരത്ത് നിന്നും, അഴീക്കൽ തീരത്ത് നിന്നും ഏതാണ്ട് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ്. അപ്പൊ കേരള തീരത്ത് 2 കപ്പൽ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കപ്പൽ മുങ്ങി, ഒരു കപ്പൽ എന്ത് ചെയ്തു, കത്തി. മുങ്ങിയ കപ്പൽ MSc ELSA 3, നിന്ന് കത്തിയ കപ്പല് ഏതാണ്, വാൻഹായ് 503. മുങ്ങിയ കപ്പൽ MSc ELSA 3 എത്ര ദൂരം എന്ന് ഓർത്തു വെച്ചിരിക്കുക, 38 നോട്ടിക്കൽ മൈൽ. ഓക്കെ, അപ്പോ 2 കപ്പൽ അപകടങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഈ 2 കപ്പൽ അപകടങ്ങളും നിങ്ങൾ ഓർക്കേണ്ടത് അതിന്റെ അളവാണ്, ആ ദൂരപരിധിയാണ് കൃത്യമായിട്ട് ഓർക്കേണ്ടത്. MSc ELSA 3 38 നോട്ടിക്കൽ മൈലും വാൻഹായ് 503 എന്ന് പറയുന്നത് 44 നോട്ടിക്കൽ മൈലും ആണ്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മേഖലകളിൽ നിന്നും മുൻപ് പരീക്ഷകൾക്ക് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, താഴെ തന്നിരിക്കുന്നതിൽ നാഷണലി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിത ദുരന്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കും ചോദ്യം എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. അപ്പൊ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ NDRF എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ വാർത്തകളിലൊക്കെ NDRF എന്ന് പറയുന്ന രീതിയിൽ ഒരു വാക്ക് അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ NDRF എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നായിരിക്കും അല്ലെ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നന്ദനം സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നന്ദനം സിനിമയിൽ കുമ്പിടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിന് പ്രത്യേകത ഡബിൾ ആണ് ഇല്ലേ? അതുപോലെ NDRFും എന്താണ്, ഡബിൾ ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ NDRF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. അപ്പൊ 2 സംവിധാനങ്ങൾ, NDRF എന്ന പേരിൽ 2 സംവിധാനങ്ങളുണ്ട്. അപ്പൊ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ കാര്യക്ഷമമായിട്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഒരു ദുരന്ത നിവാരണ സേനയാണ്. ഇനി അടുത്ത 2ാമത്തെ NDRF എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്ന് മലയാളത്തിൽ പറയും. അതായത് കേന്ദ്ര ഗവൺമെന്റിന് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നതിന്, ഫണ്ട് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ഒരു നിധി, നമ്മൾ കൺസോളിഡേറ്റ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്ന ഒരു ഫണ്ടാണ് NDRF. ഓക്കെ അല്ലെ? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു അപകടത്തെ ദേശീയ ദുരന്തമായി, അതായത് ദേശീയ പ്രഖ്യാപിത ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ നമുക്ക് എവിടെ നിന്ന് ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും, NDRFിൽ നിന്ന് ഫണ്ട് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ശ്രദ്ധിച്ചേ, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ
നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ് ഇല്ലേ. 2018 കേരളത്തിൽ എന്തുണ്ടാക്കി, ഒരു വലിയ വെള്ളപ്പൊക്കം, ഒരു പ്രളയം ഉണ്ടായി ഇല്ലേ. അപ്പോ പ്രളയത്തിന്റെ സാഹചര്യത്തിൽ, ഈ പ്രളയ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിന് അവിടെ കൃത്യമായ മാനദണ്ഡം അനുസരിച്ച് NDRF-ൽ നിന്ന് നമുക്ക് എന്ത് തരും, ഫണ്ട് നൽകും. ഓക്കെ അല്ലെ. അപ്പൊ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. NDRF-ൽ നിന്ന് പണം വിനിയോഗിക്കുന്നതിന് വേണ്ടി, എടുത്ത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു അപകടത്തെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഇനി അവിടെ വേറെയും ഭരണപരമായ ചില കാര്യങ്ങളുണ്ടാവും, അതൊന്നും നമുക്ക് വേണ്ട, തൽക്കാലം ഇങ്ങനെ ഓർക്കുക. ഒരു ദുരന്തത്തെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചാൽ അവർക്ക് നമുക്ക് എവിടെ നിന്ന് ഫണ്ട് എടുത്ത് വിനിയോഗിക്കാം, NDRF-ൽ നിന്ന് എന്ത് വിനിയോഗിക്കാം, ഫണ്ട് എടുത്ത് എന്ത് ചെയ്യാം, വിനിയോഗിക്കാം. അതുപോലെ ഓർക്കേണ്ട കാര്യം, ഒരു ദുരന്തത്തെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പാർലമെന്റ് ആയിരിക്കും. അങ്ങനെ പ്രഖ്യാപിച്ച കുറച്ച് ദുരന്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വെള്ളപ്പൊക്കം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ഏത് എന്നായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. അപ്പൊ ഓർക്കുക, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വരൾച്ച, ചുഴലിക്കാറ്റ്. അപ്പൊ 4 നമ്മൾ പഠിച്ചു. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വരൾച്ച, ചുഴലിക്കാറ്റ്. ഇവയൊക്കെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അതുപോലെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററിൽ വരുന്നതാണ് ഭൂകമ്പം, മേഘവിസ്ഫോടനം, ആലിപ്പഴ കൊടുങ്കാറ്റ്, സുനാമി, കാട്ടുതീ, അതുപോലെ കീടാക്രമണം. അതുപോലെ വരുന്നതാണ് തണുത്ത തിരമാലകൾ, ഹിമപാതം, COVID-19. ഓക്കെ അല്ലെ. അപ്പൊ നാഷണലി നോട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് വെള്ളപ്പൊക്കമുണ്ട്, മണ്ണിടിച്ചിലുണ്ട്, അതുപോലെ വരൾച്ച നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ്. ചുഴലിക്കാറ്റ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ്. അതുപോലെ ഭൂകമ്പം, മേഘവിസ്ഫോടനം, ആലിപ്പഴ കൊടുങ്കാറ്റ്. അപ്പൊ ആലിപ്പഴ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ആലിപ്പഴ വർഷം എന്ന് പറയാം. സുനാമി, അതുപോലെ തന്നെ കാട്ടുതീ, കീടാക്രമണം, നമ്മുടെ ഈ റിക്കറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ കീടങ്ങളുടെ ആക്രമണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ തണുത്ത തിരമാല അല്ലെങ്കിൽ മഞ്ഞ്, ഈ മഞ്ഞ് മൂലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ തണുത്ത തിരമാലകൾ ഉണ്ടാവുന്ന അപകടങ്ങൾ, അതുപോലെ ഹിമപാതം, COVID-19, ഇവയൊക്കെയാണ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് നോട്ടിഫൈഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെഷ്യലി എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന് ദേശീയ തലത്തിൽ എന്തുണ്ട്, നോട്ടിഫൈഡ് ചെയ്ത ദുരന്തങ്ങളുണ്ട്. അതുപോലെ നമുക്ക് സംസ്ഥാന ദുരന്തങ്ങളും ഉണ്ട്. കേരള നിയമസഭ എന്ത് ചെയ്ത പ്രഖ്യാപിച്ച അപ്രഖ്യാപിത ദുരന്തങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കറിയാം, NDRF എന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിന് ഒരു ദുരന്ത പ്രതികരണ നിധിയുണ്ട്. അതിൽ നിന്ന് ഫണ്ട് ചെലവാക്കാൻ കഴിയുന്ന ദുരന്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സംസ്ഥാന ദുരന്തങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ദുരന്തങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടിഫൈഡ് ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ, കേരള ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ദുരന്തങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് തീരദേശ മണ്ണൊലിപ്പ്. ഓക്കെ. നമ്മൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇല്ലേ, ആ മേഖലകളിൽ തിരമാലകൾ അകത്തേക്ക് കയറി അല്ലെങ്കിൽ പ്രദേശത്തേക്ക് കയറിയിട്ട് അവിടെ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നല്ലേ. അപ്പൊ തീരദേശ മണ്ണൊലിപ്പ്. അതുപോലെ മിന്നൽ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ, മിന്നലേറ്റൊക്കെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അതുപോലെ ശക്തമായ കാറ്റ്. ഇവിടെ ഓർക്കുക, ശക്തമായ കാറ്റ് കേരളത്തിന്റെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ദുരന്തമാണ്. എന്നാൽ കൊടുങ്കാറ്റ് ദേശീയ തലത്തിൽ വരുന്ന ഒരു ദുരന്തമാണ്. ഓക്കെ അല്ലെ. ഇനി അടുത്ത് മണ്ണ് പൈപ്പിംഗ്. അതുപോലെ വരുന്നതാണ് ഉഷ്ണതരംഗം, സൂര്യാഘാതം, അതുപോലെ തന്നെ എന്താണ്, സൂര്യതാപം, സൂര്യന്റെ ചൂട് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം, MSC ELSA 3. ഈ അപകടങ്ങളെയൊക്കെയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി പറയുന്ന, നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഒന്ന് തീരദേശ മണ്ണൊലിപ്പ്, 2 മിന്നൽ കൊണ്ടാവുന്ന അപകടങ്ങൾ, ശക്തമായ കാറ്റ്, മണ്ണ് പൈപ്പിംഗ്. അതുപോലെ തന്നെ വരുന്നതാണ് സൂര്യന്റെ ചൂട് മൂലം ഉഷ്ണതരംഗം, സൂര്യാഘാതം, സൂര്യതാപം, മനുഷ്യ വന്യജീവി സംഘർഷം, MSC ELSA 3. അപ്പൊ ഇവിടെ ചോദിച്ച പ്രീവിയസ് ചോദ്യം ഇങ്ങനെയാണ്,
മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2024 അപ്പൊ 2024 കേരള ഗവൺമെന്റ് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച അപകടം ഏത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. ഇനി അടുത്ത ശ്രദ്ധിച്ചോളാം, MSc ELSA-3 ഇതായിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞു MSc ELSA-3 വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതിന്റെ ഇമ്പോർട്ടൻസിന്റെ കാര്യം ഇതാണ്. 2025 കേരള ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ദുരന്തമായി പ്രഖ്യാപിച്ചത് MSc ELSA-3 എന്ന് പറയുന്ന കപ്പൽ അപകടത്തെയാണ്. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക, സൂര്യാഘാതം, ഉഷ്ണതരംഗം ഇതിനെയൊക്കെ എന്തായി പ്രഖ്യാപിച്ചത്? അപകടമായിട്ട്, സംസ്ഥാനത്തിന്റെ അപകടമായിട്ട് പ്രഖ്യാപിച്ചത് 2019 2019. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, തീരദേശ മണ്ണൊലിപ്പ്, ശക്തമായ കാറ്റ്, മണ്ണ് പൈപ്പിംഗ് ഇവയൊക്കെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് 2017 അപ്പൊ 2017 കേരള ഗവൺമെന്റ് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരദേശ മണ്ണൊലിപ്പ്, അതുപോലെ ശക്തമായ കാറ്റ്, മണ്ണ് പൈപ്പിംഗ്. ഈ മിന്നൽ കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് 2015. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഡിസാസ്റ്റേഴ്സ് എന്താണ് എന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. അതായത് എന്താണ് ദുരന്തം? ആഘാതം കൂടിയ അപകടങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ദുരന്തം എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ് ദുരന്തങ്ങളുടെ കാറ്റഗറി. ദുരന്തങ്ങളെ 5 കാറ്റഗറികളായി തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, രണ്ടാമത്തെ കാറ്റഗറി ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മൂന്നാമത്തെ കാറ്റഗറി രാസവ്യവസായപരമായ ദുരന്തങ്ങൾ, നാലാമത്തെ കാറ്റഗറി ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ചെറുതും വലുതുമായ അപകടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലമുണ്ടാവുന്ന അപകടങ്ങൾ. ഈ പറഞ്ഞവയുടെ എല്ലാം ഉദാഹരണങ്ങളും നമ്മൾ എന്ത് ചെയ്തു? വ്യക്തമായിട്ട് നോക്കി. അതിനുശേഷം 2025 നടന്ന 2 പ്രധാനപ്പെട്ട അപകടങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപകടങ്ങൾ: ഒന്ന് MSc ELSA-3, അടുത്ത 2 വാൻഹായ് 503 അഹമ്മദാബാദ് വിമാനാപകടം. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നേരെ പോയത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും പ്രഖ്യാപിത ദുരന്തങ്ങളിലേക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിത ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി, സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിത ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നും എന്ത് ചെയ്തു? നോക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത് ദുരന്ത നിവാരണം. എന്താണ് ദുരന്ത നിവാരണം എന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ നിയമങ്ങളും ആയിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കുക.